പിന്നെ നമുക്ക് ഇവിടെ നോക്കാനുള്ളത് HTML-ന്റെ ആട്രിബ്യൂട്ട്സുകളെ കുറിച്ചാണ്. അപ്പം ആട്രിബ്യൂട്ട്സ് എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് പറഞ്ഞു. അപ്പൊ ആട്രിബ്യൂട്ട് എന്താണ്? ഓരോ HTML എലമെന്റിനും അഡീഷണൽ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്യാന്ന് പറയുന്നത്. HTML attributes provide additional information about the HTML element. HTML element എന്താന്ന് പറഞ്ഞു? ഒരു ടാഗ് ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ ഇടയിലെ കണ്ടന്റ് സ്പെസിഫൈ ആയിട്ട് ടാഗ് ക്ലോസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഒരു HTML എലമെന്റ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള HTML എലമെന്റ്സിന് എന്തെങ്കിലും ഇങ്ങനെയുള്ള HTML എലമെന്റ്സിൽ കിടക്കുന്ന ടാഗുകൾക്ക് അഡീഷണൽ ഇൻഫർമേഷൻ എന്തെങ്കിലും പാസ് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെയുള്ള പാസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ആട്രിബ്യൂട്ട്സ് എന്ന് വിളിക്കുക. അപ്പം HTML attributes. All HTML elements can have attributes. അപ്പൊ എല്ലാ HTML എലമെന്റിനും ഉണ്ടാവാം വേണമെങ്കിൽ ആട്രിബ്യൂട്ട്സുകൾ ഉണ്ടാവാം. ഇപ്പം ആട്രിബ്യൂട്ട്സ് പ്രൊവൈഡ് അഡീഷണൽ ഇൻഫർമേഷൻ അബൌട്ട് ദി എലമെന്റ് എന്ന് പറഞ്ഞു. ആട്രിബ്യൂട്ട്സ് ആർ ഓൾവേഡ് സ്പെസിഫൈഡ് ഇൻ ദി സ്റ്റാർട്ടിംഗ് ടാഗ്. അതായത് നമ്മൾ ഒരു ടാഗ് എന്ത് ചെയ്യും? സ്റ്റാർട്ടിംഗ് ടാഗ് ഓപ്പൺ ചെയ്ത സ്ഥലം, അതായത് ഇപ്പൊ ഒരു എ ടാഗ് തുറന്നു കഴിഞ്ഞാൽ അത് സ്റ്റാർട്ടിംഗ് ടാഗ് ആണ്. ഇപ്പൊ എ ടാഗ് ക്ലോസ് ചെയ്യാന്ന് വെച്ചാൽ സ്ലാഷ് ഇട്ടിട്ടാണ് ക്ലോസ് ചെയ്യുക. അപ്പം ഈ ആട്രിബ്യൂട്ട് ഏതിന്റെ കൂടെയാ പറയുന്നുണ്ടാവുക? ഓപ്പണിംഗ് ടാഗിന്റെ കൂടെയായിരിക്കും ഈ ഒരു ആട്രിബ്യൂട്ട് സ്പെസിഫൈ ചെയ്യുന്നുണ്ടാവുക. അതിന്റെ ഒരു സാമ്പിൾ ആണ് താഴെ കാണിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ എ ടാഗ് ഓപ്പൺ ചെയ്തു, ആ ഓപ്പൺ ചെയ്തതിന്റെ കൂടെ തന്നെയാണ് ഹെർഫ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടോടെ പറഞ്ഞിട്ടുള്ളത്, അല്ലേ? അല്ലാതെ ക്ലോസിംഗ് ടാഗിന്റെ കൂടെ അല്ലല്ലോ. അപ്പൊ ഓപ്പണിംഗ് ടാഗിന്റെ കൂടെയായിരിക്കും ആട്രിബ്യൂട്ട് എപ്പോഴും സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാകുക. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ആട്രിബ്യൂട്ട് യൂഷ്വലി കം ഇൻ ദി നെയിം വാല്യൂ പെയർ ലൈക്ക് നെയിം ഈസ് ഈക്വൽ ടു ഡബിൾ കോട്ട്സിന്റെ ഇടയിൽ വാല്യൂ. അപ്പൊ അത് ആട്രിബ്യൂട്ടിന്റെ നെയിം ഉണ്ടാവും. ഇതിന്റെ ഒരു ജനറൽ സിന്റാക്സ് ആണ് കേട്ടത്. അപ്പൊ നമ്മൾ എന്ത് ആട്രിബ്യൂട്ട് ആണ് അതിന്റെ നെയിം ഉണ്ടാവും, എന്നിട്ട് ഡബിൾ കോട്ട്സിന്റെ ഉള്ളിൽ അതിന്റെ വാല്യൂ സ്പെസിഫൈ ചെയ്യും. ഇവിടെ ഈ ഒരു സാമ്പിളിൽ അങ്ങനെയല്ല, എക്സാമ്പിൾ അങ്ങനെ വന്ന് നോക്കൂ. നമ്മൾ ആട്രിബ്യൂട്ടിന്റെ പേരെന്താണ്? href എന്നാണ് നമ്മുടെ ആട്രിബ്യൂട്ടിന്റെ പേര്. എന്നിട്ട് അതിന്റെ വാല്യൂ hrefലേക്ക് കൊടുക്കുന്ന, അതിലേക്ക് പാസ് ചെയ്യുന്ന വാല്യൂ ഇതിലാണ് സ്പെസിഫൈ ചെയ്തത്? ഡബിൾ കോട്ട്സിന്റെ അടുക്കാണ് ഈ ഒരു വാല്യൂ w3school.com എന്ന് പറഞ്ഞ വാല്യൂ സ്പെസിഫൈ ചെയ്തത്. അതിന്റെ ഒരു ജനറൽ സിന്റാക്സ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ആട്രിബ്യൂട്ടിന്റെ നെയിം ഉണ്ടാവും, എന്നിട്ട് അതിന്റെ മുമ്പിൽ ഒരു ഈക്വൽ ടു ഇട്ടിട്ട് ഡബിൾ കോട്ട്സിനുള്ളിൽ ഈ ആട്രിബ്യൂട്ടിലേക്ക് പാസ് ചെയ്യുന്ന വാല്യൂ എന്താണ് അത് സ്പെസിഫൈ ചെയ്യും. അതിന്റെ ഒരു സാമ്പിൾ ഇപ്പോൾ എ എന്ന് പറയുന്ന ടാഗിന്റെ ഒരു ആട്രിബ്യൂട്ട് ആണ് href. അപ്പൊ href എന്ന് പറയുന്ന ഈ ഒരു ആട്രിബ്യൂട്ട് നെയിമിലേക്ക് നമ്മൾ എന്ത് പാസ് ചെയ്യാണ്? ഒരു വാല്യൂ w3school.com എന്ന് പറയുന്ന ഒരു വാല്യൂ പാസ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് ജനറലി എന്ത് ചെയ്യുന്നത്? ഒരു ആട്രിബ്യൂട്ടിലേക്ക് ഒരു വാല്യൂ പാസ് ചെയ്യുന്നുണ്ടാവുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് സ്റ്റാർട്ടിംഗ് ടാഗിന്റെ കൂടെയാണ് പ്രധാനമായിട്ട് എന്ത് ചെയ്യുക? ഈ ഒരു സ്റ്റാർട്ടിംഗ് ടാഗിന്റെ കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ HTML ആട്രിബ്യൂട്ട് സ്പെസിഫൈ ചെയ്യുന്നുണ്ടാവുക. അതിന്റെ വാല്യൂസ് പാസ് ചെയ്യുന്നത് എന്ത് ചെയ്യുക? ആട്രിബ്യൂട്ട് നെയിം പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഒരു ഈക്വൽ ടു ഇട്ടിട്ട് ഡബിൾ കോട്ട്സിന്റെ ഉള്ളിൽ ആട്രിബ്യൂട്ടിന്റെ വാല്യൂ എന്താണോ അത് പാസ് ചെയ്യും. നമ്മളിപ്പോ ഒരു ബോഡി എന്ന് പറയുന്ന ടാഗിനും ആട്രിബ്യൂട്ട്സുകൾ ഉണ്ട്. അങ്ങനെ എല്ലാ ടാഗിനും എന്തുണ്ട്? ജനറലി ആട്രിബ്യൂട്ട്സുകൾ ഉണ്ടാവും. ബോഡി എന്ന് പറയുന്ന ടാഗിന്റെ ആട്രിബ്യൂട്ട് ആണ് എന്ത്? BG കളർ എന്ന് പറയുന്നത്, അതായത് ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്നത്. ഇപ്പൊ ബോഡിക്ക് ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ എന്തായിരിക്കും? വൈറ്റ് കളർ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് കളർ സ്പെസിഫൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ബോഡി എന്ന് പറയുന്ന ടാഗിന്റെ കൂടെ, അതായത് ഈ ഒരു ബോഡി എന്ന് പറയുന്ന ടാഗിന്റെ കൂടെ എന്ത് ചെയ്യും? അതിന്റെ കളറാണ് നമ്മൾ ചേഞ്ച് ചെയ്തത്. അപ്പം ബോഡിന്റെ കൂടെ ഒരു സ്പേസ് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? BG കളർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് അവിടെ യൂസ് ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാൻ BG കളർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ആട്രിബ്യൂട്ടിന്റെ നെയിം എന്താണ്? BG കളർ, BGCOLOR എന്ത് ചെയ്യണം? ഇതിലേക്ക് ഒരു വാല്യൂ പാസ് ചെയ്യണം, അല്ലെ? ബോഡി കളർ എന്താണ് കൊടുക്കുന്നത്? ഈക്വൽ ടു ഡബിൾ കോട്ട്സിന്റെ ഉള്ളിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യാം. ബോഡി കളർ ഞാൻ റെഡ് കൊടുത്തു കഴിഞ്ഞാൽ RED, പിന്നെ റെഡ് കൊടുത്ത് ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്തു. ഈ ഒരു ഓപ്പണിംഗ് ടാഗ് അവിടെ ക്ലോസ് ചെയ്തിട്ടു. അതിനുശേഷം എന്ത് ചെയ്യാൻ? നമുക്ക് ഒരു ബോഡി ടാഗ് വേണമെങ്കിൽ സ്ലാഷ് ഇട്ടിട്ട് സ്ലാഷ് ബോഡി BODY ഞാൻ എന്ത് ചെയ്യാം? ബോഡി ടാഗ് ക്ലോസ് ചെയ്യാം. അപ്പം ബോഡി എന്ന് പറയുന്ന ടാഗിന്റെ ആട്രിബ്യൂട്ട് ആണ് BG കളർ. അപ്പൊ അതിന്റെ വാല്യൂ കൊടുത്തിരിക്കുന്ന എങ്ങനെയാണ്? ഡബിൾ കോട്ട്സിന്റെ ഉള്ളിൽ. നമ്മൾ ഈ ജനറൽ സിന്റാക്സ് തന്നെ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു
വാല്യൂസ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ BG കളർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് നെയിമിലേക്ക്, ബോഡിയുടെ ആട്രിബ്യൂട്ട് നെയിമിൽ റെഡ് എന്ന് പറയുന്ന വാല്യൂ പാസ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യും, ഈ ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ് ആവും. അങ്ങനെ ഓരോ ടാഗിനും ഓരോ ആട്രിബ്യൂട്ടുകൾ ഉണ്ട്, ഓരോ ടാഗിനും ആട്രിബ്യൂട്ട് ഉണ്ട്. അപ്പൊ A ടാഗിന്റെ ഒരു ആട്രിബ്യൂട്ട് ആണ് href എന്ന് പറയുന്നത്. ഇനി SRC ആട്രിബ്യൂട്ട് ആണ്. SRC IMGയുടെ കൂടെ ഉപയോഗിക്കുന്ന മറ്റൊരു ആട്രിബ്യൂട്ട് ആണ് SRC എന്ന് പറയുന്നത്. അപ്പൊ SRC യൂസ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ഒരു എക്സാമ്പിൾ കണ്ടതാണ്. SRC എന്താണ്, സോഴ്സ് പറയാൻ വേണ്ടി അല്ലേ, ഒരു IMG ഇമേജിന്റെ സോഴ്സ് പറയാൻ വേണ്ടിയിട്ട്, എവിടെയാണ് ഇമേജിന്റെ സോഴ്സ്, പേരെന്താണ് അല്ലെങ്കിൽ അതിന്റെ പാത്ത് എന്താണെന്ന് സ്പെസിഫൈ ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് SRC എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾ IMG ടാഗിന്റെ കൂടിയാണ് യൂസ് ചെയ്യുക. IMG ടാഗ് ഈസ് യൂസ്ഡ് ടു എംബഡ് എൻ ഇമേജ് ഇൻ HTML. അതായത് ഒരു വെബ് പേജിൽ ഇമേജ് ഒക്കെ കൊണ്ടുവരാൻ ആണ് ഈ ഒരു IMG ടാഗ് യൂസ് ചെയ്യാന്ന് കാര്യം പറഞ്ഞു. ഇവിടെ കാണുന്നത് നമ്മൾ ഒരു ഇമേജസ് ഒക്കെ കാണുന്നില്ല, ഇതൊക്കെ കൊണ്ടുവന്നിട്ട് ഈ IMG ടാഗ് യൂസ് ചെയ്തിട്ടായിരിക്കും. ഈ IMG ടാഗ് യൂസ് ചെയ്തിട്ട് അതിന്റെ കൂടെ SRCന്റെ സോഴ്സ് സ്പെസിഫൈ ചെയ്തിട്ടാണ് അതിനുള്ളിലേക്ക് ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്, വെബ് പേജിലേക്ക് ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് SRC ആട്രിബ്യൂട്ട് സ്പെസിഫൈ ദി പാത്ത് ടു ദി ഇമേജ് ടു ബി ഡിസ്പ്ലേഡ്. അപ്പൊ ഇമേജ് എവിടെ കിടക്കുകയാണെന്നുള്ളൊരു പാത്താണ് ഈ ഒരു SRC ആട്രിബ്യൂട്ടിന്റെ ഉള്ളിൽ പറയുന്നുണ്ടാവും. അപ്പം ഇവിടെ ഒരു കംപ്ലീറ്റ് പാത്ത് പറയാത്തത് എന്തുകൊണ്ടാണ്, ഈ ഒരു ഫയൽ കിടക്കുന്ന HTML, നമ്മൾ ഈ ഒരു HTML ഫയലായിട്ടാണ് സേവ് ചെയ്യുക. അപ്പൊ ഈ HTML ഫയൽ കിടക്കുന്ന സെയിം പാത്തിലാണ് ഈ ഫയൽ കിടക്കുന്നത് കൊണ്ടാണ് അതിന്റെ കംപ്ലീറ്റ് പാത്ത് നമ്മൾ സ്പെസിഫൈ ചെയ്യാത്തത്. ഇതൊരു വേറൊരു ഡയറക്ടറിയിലാണുള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് പാത്ത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കണം. ഈ ഒരു സാമ്പിൾ നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പം ഇവിടെ എന്ത് ചെയ്യാണ്, ഇവിടെ IMG സ്പേസ് SRC ഇമേജ്, ഇങ്ങനത്തെ ഒരു ഗേളിന്റെ ഇമേജ് എന്തുണ്ട്, ഇവരെ റൂട്ട് ഫോൾഡറിന്റെ അകത്ത് ഈ ഫയൽ ക്രിയേറ്റ് ചെയ്ത് കിടക്കുന്ന റൂട്ട് ഫോൾഡറിന്റെ അകത്തുണ്ട്. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് വെബ് ബ്രൗസർ റെസ്പോൺസ് ആണ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാണ്, ഈ ഒരു ഫയൽ നെയിം എന്തായിരിക്കും, അപ്പം യൂഷ്വലി ഈ ഒരു img.girl.jpg എന്നായിരിക്കും ഒരു ഫയൽ നെയിം. ഈ ഫയൽ നെയിം കിടക്കുന്നത്, ഈ ഒരു ഫയൽ വേണം നമുക്ക് വേണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ആ ഫയൽ നെയിം അതേ പേര് തന്നെ നമ്മൾ ഡൗൺലോഡ് ആയി കിടക്കും. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്താലുണ്ടോ, ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്താൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത്. അപ്പം ഈ ഒരു അവരുടെ സെർവർ കിടക്കുന്ന ഒരു ഫയൽ, ഈ ഒരു മെയിൻ റൂട്ടിൽ കിടക്കുന്ന റൂട്ട് ഫോൾഡർ കിടക്കുന്ന ഫയൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. അപ്പം എന്താണ് ആ ഫയൽ നെയിം എന്താണോ, ഈ ഒരു സോഴ്സ് ആണ് ഫയൽ നെയിമിന്റെ SRC ആണ് ഇവിടെ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ടാവുക. പിന്നെ എന്തുണ്ട്, ഇമേജിന് വിഡ്ത്ത് എന്ന് പറയുന്ന മറ്റൊരു ആട്രിബ്യൂട്ട് ഉണ്ട്, അതും പിന്നെ ഹൈറ്റ് എന്ന് പറയുന്ന വേറൊരു ആട്രിബ്യൂട്ട്. ഇതൊക്കെ നമ്മളെ ഈ ജനറൽ സിന്റാക്സ് കേട്ടോ. ഇതിന്റെ ഒരു നെയിം, പിന്നെ അതിന്റെ നെയിമിലേക്ക് ഡബിൾ കോട്ട്സിൽ വെച്ചിട്ട് ഒരു വാല്യൂ പാസ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു ജനറൽ സിന്റാക്സിലാണ് ഈ ഒരു ആട്രിബ്യൂട്ട്സിന്റെ വാല്യൂസുകൾ നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. അപ്പം IMG ടാഗിന്റെ ആട്രിബ്യൂട്ടുകളാണ് ഒന്ന് SRC, രണ്ടാമത്തത് വിഡ്ത്ത്, ഹൈറ്റ്. അടുത്തത് there are two way to specify URL in the SRC attribute. അപ്പം ഈ SRC ആട്രിബ്യൂട്ടിനുള്ള കൊടുക്കുന്ന വാല്യൂ നമുക്ക് രണ്ട് തരത്തിൽ സ്പെസിഫൈ ചെയ്യാം. ഒന്ന് പറയുന്നത് അബ്സല്യൂട്ട് URL ആയിട്ടും കൊടുക്കാം, രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് റിലേറ്റീവ് URL ആയിട്ടും കൊടുക്കാം. അപ്പൊ എന്താണ് അബ്സല്യൂട്ട് URL ആയിട്ട് കൊടുക്കുമ്പോൾ എന്താണ് പ്രത്യേകത നോക്കാം. ലിങ്ക് ടു an external image that is hosted on another website. Example, SRC link http://www.com/image.img.jpg. അപ്പം നമുക്ക് നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ നമ്മൾ കോഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഇമേജിനെ വേറൊരു സെർവർ കിടക്കുന്ന ഇമേജിനെ ലോഡ് ചെയ്യണമെങ്കിൽ അതിന്റെ കംപ്ലീറ്റ് പാത്ത് നമ്മൾ അബ്സല്യൂട്ട് ആയിട്ട് കൊടുക്കണം, കംപ്ലീറ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. കാരണം അതിന്റെ ഫയൽ നമ്മൾ ലോക്കൽ സിസ്റ്റത്തിൽ ഇല്ല. അപ്പം ലോക്കൽ സിസ്റ്റത്തിൽ നമ്മൾ ഫോൾഡറിന്റെ അകത്തില്ല, അപ്പൊ നമ്മളെ റൂട്ട് ഫോൾഡറിന്റെ അകത്തില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അബ്സല്യൂട്ട് URL ആയിട്ട് കാര്യങ്ങൾ പാസ് ചെയ്യണം. അപ്പം അബ്സല്യൂട്ട് URL ഒരു സാമ്പിൾ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇത്രയും ഫുൾ പാത്ത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് പാത്ത്, ഇമേജ് കിടക്കുന്ന കംപ്ലീറ്റ് പാത്ത് എന്ത് ചെയ്യണം, കോപ്പി ചെയ്തിട്ട് ഈ ഒരു IMG SRCന്റെ ഈ ഒരു കോഡിന്റെ അകത്ത് നമ്മൾ ഡബിൾ കോട്ട്സിന്റെ ഉള്ളിൽ വാല്യൂ ആയിട്ട് നമ്മളെ ലോക്കൽ സിസ്റ്റത്തിലാണ് ഈ ഒരു സെയിം ഇമേജിനെ കോൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. പക്ഷേ നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ നമ്മളിപ്പോൾ ഒരു ഡൗൺലോഡ് ചെയ്ത് വെച്ച ഫയൽ നമ്മൾ ഈ ഇവിടെ ഞാൻ ഡൗൺലോഡ് ചെയ്തല്ലോ, ആ ഫയൽ ഞാൻ HTML കോഡ് ചെയ്യുന്ന ആ കോഡ് ചെയ്ത് സേവ് ചെയ്ത് വെച്ച ഫോൾഡറിന്റെ അകത്ത് ഇങ്ങനെ ഒരു ഫയൽ ഉണ്ടെങ്കിൽ ഞാൻ ഈ കംപ്ലീറ്റ് പാത്ത് സ്പെസിഫൈ ചെയ്യേണ്ട, അതിന്റെ ഒരു ഇമേജിന്റെ നെയിം മാത്രം സ്പെസിഫൈ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇൻ കേസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഞാനൊരു കംപ്ലീറ്റ് പാത്ത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. അപ്പൊ എന്ത് ചെയ്യും, ഇതിന്റെ മീനിങ് എന്താണ്, ഈ ഒരു W3 School എന്ന് പറയുന്ന ഹോസ്റ്റഡ് സൈറ്റിന്റെ ഇമേജ് എന്ന് പറയുന്ന ഫോൾഡറിന്റെ അകത്ത് img.girl.jpg എന്ന് പറയുന്ന ഒരു ഇമേജ് ഫയൽ കിടപ്പുണ്ട്. അതിനെയാണ് നമ്മൾ കോൾ ചെയ്യുന്നത്. അങ്ങനെ ഒരു ഫയൽ ഉണ്ടോ, നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, പുതിയൊരു ടാബ് എടുത്തിട്ട് അഡ്രസ് ബാറിൽ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ അവിടെ കാണും. അപ്പം you cannot find the page you are looking for, it might be removed or name changed. അപ്പൊ അവിടെ എന്തില്ല, അങ്ങനെ ഒരു ഫയൽ ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ഫയൽ കിടപ്പില്ല, ഇപ്പം അത് മാറ്റിയിട്ടുണ്ടോന്നോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോന്നോ ഫയലിന്റെ നെയിം ചേഞ്ചസ് വന്നിട്ടുണ്ടോന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഫയൽ കിടക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ ഈ അഡ്രസ് ബാറിൽ ഒന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി.
അല്ലെങ്കിൽ ഒരു ഇമേജ് വേറെ ഒരു സൈറ്റിൽ കിടക്കുന്ന ഇമേജ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ സൈറ്റിലേക്ക് നമ്മൾ ചെയ്യുന്ന കോഡിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആ സൈറ്റിൽ കിടക്കുന്ന ഇമേജിന്റെ അടുത്ത് പോവാ, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അവിടെ ഉണ്ടാവും കോപ്പി ഇമേജ് അഡ്രസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. ഈ അഡ്രസ്സ് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊടുത്താൽ ഈ SRCന്റെ ഉള്ളിൽ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഏതെങ്കിലും വെബ്സൈറ്റ് കിടക്കുന്ന ഇമേജ് നമ്മുടെ HTML കോഡിന്റെ അകത്തേക്ക് ലോഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. എക്സ്റ്റേണൽ ഇമേജ് മൈ ബി അണ്ടർ കോപ്പിറൈറ്റ്, അതായത് ഒരു ഫോട്ടോഗ്രാഫർ അയാളെ സ്വന്തം നല്ല മറ്റുള്ള ആൾ യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ കോപ്പിറൈറ്റർ ഒക്കെ വാങ്ങി വെച്ചിരിക്കുന്ന ഇമേജുകളായിരിക്കും. അത് നമ്മുടെ വെബ് പേജിലേക്ക് യൂസ് ചെയ്യുമ്പോൾ അവർ അനുവാദമില്ലാതെ യൂസ് ചെയ്യുമ്പോൾ അതെന്താണ്, അതൊരു ലോയുടെ വയലേഷൻ ആണ്. അപ്പൊ അങ്ങനെ അനുവാദമില്ലാതെ എടുക്കുന്നത് ഇങ്ങനൊരു കേസൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. കേസ് വരുന്നല്ല, ചെറിയ സാധ്യതകളൊക്കെ ഉണ്ട്. ഇഫ് യു ഡു നോട്ട് ഗെറ്റ് പെർമിഷൻ ടു യൂസ് ഇറ്റ് യു മേ ബി ഇൻ വയലേഷൻ ഓഫ് കോപ്പിറൈറ്റ് ലോ. കോപ്പിറൈറ്റ് ലോ വയലേറ്റ് ചെയ്യാണ് നിങ്ങൾക്ക് റൈറ്റ് ഇല്ലാതെ നമ്മളത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഇൻ അഡീഷൻ യു കനോട്ട് കൺട്രോൾ എക്സ്റ്റേണൽ ഇമേജ്, ഇറ്റ് ഈസ് സഡൻലി ബി റിമൂവ്ഡ് ഓർ ചേഞ്ച്. അത് എന്ത് ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല, നമ്മൾ അങ്ങനെ എക്സ്റ്റേണൽ ഇമേജ് യൂസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എക്സ്റ്റേണൽ, അതായത് അബ്സല്യൂട്ട് URL പാസ് ചെയ്യുന്നതൊക്കെ നല്ലത് നമ്മുടെ ആയിട്ടുള്ള ഇമേജ് തന്നെ കോപ്പി ചെയ്തിട്ട് ഫോൾഡറിന്റെ അകത്ത് വെച്ച് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം വെച്ചാൽ പുറത്തുള്ള ആളെ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യാം, നമ്മളിപ്പം കണ്ടില്ല, അത് റിമൂവ് ചെയ്യാം. ചിലപ്പം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതൊരു ഫ്യൂച്ചറിൽ റിമൂവ് ചെയ്ത് പോവാം. അപ്പൊ എന്ത് ചെയ്യും, നമ്മളെ കോഡിൽ എന്താ ഉണ്ടാവുക, അവരെ ഒരു ഇമേജിന്റെ പാർട്ടാ കിടക്കുന്നുണ്ടാവും, അവരവിടെ ഇമേജ് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സോഴ്സ് കോഡിന് അത്, നമ്മുടെ HTML കോഡിന് അത് ബാധിക്കും. കാരണം അവിടെ ലോഡ് ചെയ്ത് വരാൻ കണ്ടന്റ് അവിടെ ഇല്ല, അവരത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പം അതുകൊണ്ട് നമ്മൾ അബ്സല്യൂട്ട് URL യൂസ് ചെയ്യുന്നതിനെക്കാളും നല്ലത് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ കയ്യിലുള്ള ഫയലുകളെ കോൾ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. സോ ഫയൽ നമ്മുടെ കൈ കീപ്പ് ചെയ്തിട്ട് അതിനെ കോൾ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതായത് റിലേറ്റീവ് URL മെത്തേഡ് ഫോളോ ചെയ്യുന്നതായിരിക്കും കൂടുതൽ അഭികാമ്യം. രണ്ടാമത്തത് റിലേറ്റീവ് URL ലിങ്ക് ടു ആൻ ഇമേജ് ദാറ്റ് ഈസ് ഹോസ്റ്റഡ് വിത്തിൻ ദി വെബ്സൈറ്റ്. അതായത് നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ കിടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സെർവർ കിടക്കുന്ന ഇമേജിനെ കോൾ ചെയ്യാൻ, നമ്മുടെ സെർവറിന്റെ പാത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന ഇമേജിനെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിലേറ്റീവ് URL യൂസ് ചെയ്യുന്നത്. അപ്പം ഹിയർ ദി URL ഡസ് നോട്ട് ഇൻക്ലൂഡ് ദി ഡൊമൈൻ നെയിം. അപ്പം എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കംപ്ലീറ്റ് പാത്ത് സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്വന്തം ഹോസ്റ്റിലാണ് കിടക്കുന്നതെങ്കിൽ കംപ്ലീറ്റ് പാത്ത് സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ പറഞ്ഞു. ഇഫ് ദി URL ബിഗിൻ വിത്ത് എ സ്ലാഷ് ഇറ്റ് വിൽ ബി റിലേറ്റഡ് ടു ദി കറന്റ് പേജ്. എക്സാമ്പിൾ, നമ്മൾ src.img.girl എന്നാണ് ഫയലിനെയാണ് കോൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ സേവ് ചെയ്യുന്ന HTML ഫയൽ കിടക്കുന്ന സെയിം പാത്ത് തന്നെ img_girl.jpg എന്ന ഫയൽ ഉണ്ടെങ്കിൽ അത് അവിടത്തേക്ക് ലോഡ് ചെയ്ത് വന്നോളൂ. അപ്പം സെയിം പാത്തിലാണെങ്കിൽ ജസ്റ്റ് ആ ഫയൽ നെയിം മാത്രം കൊടുത്താൽ. ഇഫ് ദി URL ബിഗിൻ വിത്ത് എ സ്ലാഷ് ഇറ്റ് വിൽ ബി റിലേറ്റീവ് ടു ദി ഡൊമൈൻ. എക്സാമ്പിൾ, നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ഇമേജ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടോ, ഒരു ഡിഫറൻസ് സോഴ്സിൽ ഒരു ഇമേജ് എന്ന് പറഞ്ഞ എക്സ്ട്രാ ഫോൾഡർ കൂടെ അവിടെ കയറി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ HTML ഫയൽ കിടക്കുന്ന പാത്തിൽ ഈ ഒരു img_girl.jpg എന്ന ഫയൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഒരു ഫോൾഡർ പാത്ത് കൂടെ വേറൊരു ഫോൾഡറിലാണ് കിടക്കുന്നത് നോക്കുക. അങ്ങനെയാണെങ്കിൽ ഫോൾഡർ പാത്ത് കൂടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. img.girl.jpg എന്ന ഫയൽ വേറൊരു ഫോൾഡറാണ് കിടക്കുന്നെങ്കിൽ ആ ഫോൾഡർ നെയിം കൂടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ഈ ഒരു ഫോൾഡറിൽ, ഈ ഒരു HTML ഫയൽ കിടക്കുന്ന ഫോൾഡറിൽ ഇമേജ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഏത് ഫോൾഡറിലാണ് കിടക്കുന്നത് ആ പാത്ത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കും. ഇവിടെ img എന്ന് പറഞ്ഞ ഫോൾഡറിന്റെ അകത്ത് കിടക്കുന്ന ഇമേജിനാണ് അവർ കോൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് അവിടെ ഫോൾഡർ കാര്യം കൂടെ അവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു. അപ്പം ഒരു ടിപ്പ് പറയുന്നുണ്ട്, ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ബി ബെസ്റ്റ് യൂസ് റിലേറ്റീവ് URL. നമ്മൾ പറഞ്ഞതാണ്, ദേ വിൽ നോട്ട് ബി ബ്രേക്ക് ഇഫ് യു ചേഞ്ച് ദി ഡൊമൈൻ. അതായത് നമ്മൾ ഈ ഒരു ഡൊമൈൻസ് ഒക്കെ ചേഞ്ച് ചെയ്യുന്ന ഒരാവശ്യമില്ല. ഇമേജ് ഒക്കെ മൂവ് ചെയ്യുന്ന സമയമൊക്കെ റിമൂവ് ചെയ്യുന്ന സാഹചര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ, ഒരു ഇഷ്ടാനുസരണം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ കോഡിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റിലേറ്റീവ് URL യൂസ് ചെയ്യാം. അതായിരിക്കും ബെറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ width and the height attribute, img tag should contain width and height attribute which specify the width and height of the image. അതായത് നമ്മൾ പറഞ്ഞു അല്ലെ, ഇമേജിന്റെ വിത്തും ഹൈറ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, വിത്ത് ഹൈറ്റ് എന്ന് പറയുന്ന രണ്ട് ആട്രിബ്യൂട്ട് യൂസ് ചെയ്യാം. ആട്രിബ്യൂട്ടിലേക്ക് വിത്തിന്റെയും ഹൈറ്റിന്റെയും വാല്യൂസ് പാസ് ചെയ്തിട്ട് വിത്തും ഹൈറ്റും നമുക്ക് സെറ്റ് ചെയ്യാം. അതിന്റെ ഒരു സാമ്പിൾ നമ്മൾ കണ്ടതാണ്, ഒന്നുകൂടി വേണമെങ്കിൽ കാണിച്ചു തരാം. നമുക്ക് വിത്തും ഹൈറ്റും സ്പെസിഫൈ ചെയ്ത ഒരു ഇമേജ് ആണ്. വിത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു 500 പകരം ഒരു 600 ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. റൺ ചെയ്ത് കഴിഞ്ഞാൽ വിത്ത് കൂടി. അതുപോലെ ഹൈറ്റ് നമുക്ക് ഇഷ്ടാനുസരിച്ച് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം. 200 കൊടുത്തു, റൺ ചെയ്തു. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു ഇമേജിന്റെ വിത്തും ഹൈറ്റും ഇങ്ങനെ ഈ ഒരു വിത്ത് ഹൈറ്റ് എന്ന് പറയുന്ന രണ്ട് ടാഗുകൾ, രണ്ട് ആട്രിബ്യൂട്ട്സുകൾ യൂസ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ആൾട്ട് ആട്രിബ്യൂട്ട്. The required alt attribute for IMG specifies an alternative text for an image. If an image for some reason cannot be displayed, that can be due to slow connection, an error in the SRC attribute, or
ഇഫ് യൂസർ സ്ക്രീൻ റീഡർ. അതായത് ചില സമയം എന്തില്ല, നമ്മുടെ ഇമേജ് ലോഡ് ചെയ്ത് വന്നിട്ടില്ലെങ്കിൽ, നമ്മളെ ഇമേജ് ലോഡ് ചെയ്ത് വരാത്തൊരു സിറ്റുവേഷൻ, നെറ്റ് കണക്ഷൻ സ്ലോ ആകുമ്പോൾ നമുക്ക് കാണാം ഒരു ക്രോപ്റ്റഡ് കറക്റ്റഡ് ഇമേജ് ഒക്കെ ചില സമയത്ത് വരുന്നത് കാണാം. അപ്പോൾ കണക്ഷൻ സ്ലോസ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അങ്ങനെ സിറ്റുവേഷൻസിലൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാം, ഇമേജ് ലോഡ് ചെയ്ത് വരാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവാം. അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഇമേജ് കാണിക്കുന്ന പൊസിഷനിൽ വെബ് പേജ് എന്ത് കാണിച്ചു തരും, അവിടെ ഒരു പേര് മാത്രം, ജസ്റ്റ് ആ നെയിം മാത്രം കാണിച്ചു തരും. അതായത് ഇവിടെ ഒരു ഗേൾ വിത്ത് എ ജാക്കറ്റ് എന്ന് പറയുന്ന നെയിം ആയിരിക്കും. ഇൻ കേസ് ഒരു സ്ലോനെസ് എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ, ഒരു കണക്ഷൻ ഇഷ്യൂ വരികയാണെങ്കിൽ അവിടെ ഇമേജിന് പകരം കാണിക്കുക. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ അവിടെ ഇമേജ് ഉണ്ട് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആൾട്ട് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. ആൾട്ട് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഇമേജ് ഇൻ കേസ് ലോഡാത്തൊരു സിറ്റുവേഷൻ വരാണ് ഒരു പേര് കാണിക്കണം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് അവിടെ ഒരു ഇമേജ് ഉണ്ടായിരുന്നു എന്ന ഇൻഡിക്കേഷന് വേണ്ടിയിട്ട് ഒരു പേര് കാണിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ആൾട്ട് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് നമ്മൾ പരിചയപ്പെട്ട ഹെഡിങ് ആണ്. ഹെഡിങ് എന്താണ്, നമ്മൾ H1 മുതൽ H6 വരെയുള്ള ഹെഡിങ് ടാഗുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു H1ന്റെ H2 കമ്പയർ ചെയ്യുമ്പോൾ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H1 H2 വലിപ്പം കുറവായിരിക്കും. അതുപോലെ H3ക്ക് H2 വലിപ്പം കുറയ്ക്കും. അതുപോലെ H4 H3 വലിപ്പം കുറവായിരിക്കും. H5 H4 വലിപ്പം കുറവായിരിക്കും. അതുപോലെ H6 H5 വലിപ്പം കുറവായിരിക്കും. അപ്പം വലിപ്പം കൂടുതൽ നിന്ന് വലിപ്പം കുറഞ്ഞതിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഒരു ടാഗ് H1 H2 H3 എന്ന് പറഞ്ഞ് ഇൻക്രിമെന്റ് ചെയ്ത് പോകുമ്പോൾ സംഭവിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹെഡിങ്ങുകളാണ് നമ്മൾ H1 സ്പെസിഫൈ ചെയ്യുന്നുണ്ടാവുക. അതുപോലെ ലീസ്റ്റ് ഇമ്പോർട്ടൻസ് ഏറ്റവും കുറഞ്ഞുള്ള ഹെഡിങ്ങുകളാണ് നമ്മൾ H6 സ്പെസിഫൈ ചെയ്യുന്നുണ്ടാവുക. HTML ഹെഡിങ് നമ്മൾ അറിയാം H1 മുതൽ H6 വരെയാണ്. അതിന്റെ ഒരു സാമ്പിൾ ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി ഹെഡിങ് ആർ ഇമ്പോർട്ടൻറ്റ്. സെർച്ച് എഞ്ചിൻ യൂസേഴ്സ് ഹെഡിങ് ടു ഇൻഡെക്സ് സ്ട്രക്ചർ ആൻഡ് കണ്ടന്റ് ഓഫ് യുവർ വെബ് പേജസ്. യൂസ് ഓഫൺ സ്കീം പേജ് മേ ബി ഇറ്റ്സ് heading. It is important to use a heading to show the document structure. അപ്പോൾ ഹെഡിങ് യൂസ് ചെയ്യാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് എന്താണ്, സെർച്ച് എഞ്ചിൻ യൂസേഴ്സ് എന്തിനാണ്, നമ്മുടെ വെബ് പേജുകൾ, നമ്മൾ സെർച്ച് എഞ്ചിനുകൾ വർക്ക് ചെയ്യുന്നത് പേജ് റാങ്ക് അൽഗോരിതം എന്ന് പറയുന്ന അൽഗോരിതത്തിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത പല റിസൾട്ടുകൾ, പല വെബ്സൈറ്റിലെ റിസൾട്ട് നമുക്ക് പല ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വരുന്നതായിട്ട് കാണാം. അപ്പൊ ഇവരെങ്ങനെ ഇതിനെ ഇൻഡെക്സ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഒരു നമ്മൾ കണ്ടന്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ഞാനൊരു വെബിൽ ഇന്റർനെറ്റിൽ എന്തുണ്ടോ നോക്കും, ഈ ഒരു നമ്മൾ കൊടുത്ത ഹെഡിങ്, നമ്മൾ സെർച്ച് ചെയ്ത കീവേഡിലെ ഹെഡിങ്ങിലെ ഫയലുകൾ കിടപ്പുണ്ടോ നോക്കും, അല്ലെങ്കിൽ അങ്ങനെ ഫയൽ ഹെഡിങ്ങിലെ ആർട്ടിക്കിളുകൾ കിടപ്പുണ്ടോ നോക്കും. അങ്ങനെ ഹെഡിങ് ടാഗുകൾ നോക്കിയിട്ട് ആർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യും, സോർട്ട് ചെയ്തിട്ട് ഇൻഡെക്സ് ചെയ്ത് കാണിച്ചു തരാം ചെയ്യാം. അപ്പൊ എന്തുകൊണ്ട് കൊടുക്കണം, നമ്മളൊരു HTML ഡോക്യുമെന്റ് ഹെഡിങ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആൾക്കാർ നമ്മുടെ സൈറ്റിലേക്ക് വരാനും നമ്മുടെ സൈറ്റിന്റെ ട്രാഫിക് കൂട്ടാനൊക്കെ വളരെ ഉപകാരപ്പെടും ഈ ഹെഡിങ് എന്ന് പറയുന്നത്. അപ്പം ബിഗ്ഗർ ഹെഡിങ് വേറൊരു കാര്യമാണ് ഈ ബിഗ്ഗർ ഹെഡിങ് എന്ന് പറയുന്നത്. each HTML heading has a default size. നമ്മൾ പറഞ്ഞു ഡിഫോൾട്ട് ആയിട്ട് അവരുടെ സൈസ് കുറഞ്ഞ രീതിയിലാണ് കണ്ടിട്ടുള്ളൂ എങ്കിലും അതിനൊരു ഡിഫോൾട്ട് സൈസ് ഉണ്ട്. However, you can specify the size of any heading with the style attribute using the CSS font size property. അപ്പോൾ CSS ആണ് നമ്മൾ പഠിക്കും, CSSന്റെ കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടാറുണ്ട്. എങ്കിലും CSS യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഹെഡിങ്ങിന്റെ സൈസ് നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എന്ത് ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ട്, സ്റ്റൈൽ ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ട്. ഒരു ഹെഡിങ് 1ന്റെ സ്റ്റൈൽ യൂസ് ചെയ്തിട്ട് ഫോണ്ട് സൈസ് എന്ത് ചെയ്യാണ് 60 പിക്സൽ ആക്കിയിട്ട് അവിടെ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഒരു സൈസ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 60 px നമ്മളൊരു ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു 70 px കൊടുത്തു കഴിഞ്ഞാൽ സൈസ് കുറച്ചുകൂടി കൂടി അല്ലെ. ഇങ്ങനെ നമുക്ക് മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ജസ്റ്റ് നമ്മൾ H1 സ്പെസിഫൈ ചെയ്യുമ്പോൾ ഡിഫോൾട്ട് ആയിട്ട് ഏതാണോ സൈസ് കൊടുത്തിരിക്കുന്നത് ആ സൈസാണ് അവിടെ കാണിക്കത്തുള്ളൂ. നമുക്ക് ഹെഡിങ്ങിന്റെ സൈസ് മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനൊരു സ്റ്റൈൽ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് അവിടെ യൂസ് ചെയ്താൽ മതി. സ്റ്റൈൽ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ട് ഹെഡിങ്ങിന്റെ സൈസുകൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമ്മൾ ജസ്റ്റ് പരിചയപ്പെട്ട പാരഗ്രാഫ് ടാഗിന്റെ കുറച്ച് ചെറിയൊരു ഡീറ്റെയിലേക്ക് പോകാം. പാരഗ്രാഫ് ഓൾവേസ് സ്റ്റാർട്ട്സ് വിത്ത് എ ന്യൂ ലൈൻ ആൻഡ് ഇറ്റ് ഈസ് യൂഷ്വലി എ ബ്ലോക്ക് ഓഫ് ടെക്സ്റ്റ്. അപ്പം പാരഗ്രാഫ് ടാഗിന്റെ ഉള്ളിൽ കൊടുക്കുന്നത് ഒരു ബ്ലോക്ക് ഓഫ് ടെക്സ്റ്റ് ആയിട്ടാണ് ഈ HTML പേജ്, HTML ബ്രൗസർ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അതായത് നമ്മളൊരു എൻട്രൊക്കെ അടിച്ചിട്ട് അടുത്ത ലൈന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും അതൊരു സിംഗിൾ ബ്ലോക്ക് ഓഫ് ടെക്സ്റ്റ് ആക്കിയിട്ടാണ് ഒരു പി ടാഗിന്റെ ഉള്ളിൽ കൊടുക്കുന്ന കാര്യങ്ങൾ നമുക്ക് വെബ് ബ്രൗസർ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരിക. അപ്പം HTML പാരഗ്രാഫ്, HTML പി എലമെന്റ് ഡിഫൈൻ എ പാരഗ്രാഫ്. അപ്പൊ പാരഗ്രാഫ് ഒക്കെ കൊടുക്കാൻ വേണ്ടി നമ്മൾ പി എന്ന് പറയുന്ന ടാഗാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ പാരഗ്രാഫ് ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് എ ന്യൂ ലൈൻ ആൻഡ് ബ്രൗസർ ഓട്ടോമാറ്റിക്കലി ആഡ് സം വൈറ്റ് സ്പേസ് ടു.
വൈറ്റ് സ്പേസ് മാർജിൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ എ പാരഗ്രാഫ്. ഇതിൻ്റെ ഒരു സാമ്പിൾ കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് കാണാം. ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം. ഇവിടെ കണ്ടോ നിങ്ങൾ ടെക്സ്റ്റുകൾ സ്പ്ലിറ്റ് ചെയ്ത് കണ്ടോ? ഇവിടെ ഇങ്ങനെ ഒരു സ്പ്ലിറ്റ് അല്ല, ഇവിടെ ഒരു എൻട്രി ഇട്ടുണ്ടോ? പാരഗ്രാഫ് കഴിഞ്ഞിട്ട് എൻട്രി ഇട്ടു, കനോട്ട്, ഇവിടെ ലൈൻസ് കഴിഞ്ഞിട്ട് വീണ്ടും എൻട്രി ഇട്ടു, അതുപോലെ കോഡ് കഴിഞ്ഞിട്ട് കോമ ഇട്ടിട്ട് വീണ്ടും എൻട്രി ഇട്ടു. അപ്പം ഇങ്ങനെ എൻട്രി ഇട്ട് കഴിഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഈ ഒരു പി ടാഗിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എൻട്രി ഇട്ട് കൊടുത്തിട്ടൊന്നും കാര്യമില്ല. അതൊരു ബ്ലോക്ക് ആക്കിയിട്ടാണ് പി ടാഗ് അത് കാണിക്കുക. അപ്പോൾ ഔട്ട്പുട്ട് വരുമ്പോൾ വ്യത്യാസം ശ്രദ്ധിച്ചോളാം. നമ്മളുണ്ടോ ഇവിടെ നമ്മൾ ദിസ് ഈസ് എ പാരഗ്രാഫ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു എൻട്രി അടിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് അടുത്ത ലൈനിലാണ് കണ്ടെയ്ൻസ് എന്ന് പറഞ്ഞ സാധനം കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് നോക്കൂ, പാരഗ്രാഫിന്റെ കൂടെ തന്നെ ഒരു ബ്ലോക്ക് ആക്കിയിട്ടാണ് അവിടെ കൊടുക്കുന്നത്. ഒരു പി ടാഗ് ഓപ്പൺ ചെയ്തിട്ട് പി ടാഗ് ക്ലോസ് ചെയ്ത് വരെ ഉള്ള ഇടയിൽ കിടക്കുന്ന കണ്ടന്റുകൾ ഒരു ബ്ലോക്ക് ആക്കിയിട്ടാണ് കാണിക്കുക. നമ്മൾ എത്ര എൻട്രി കൊടുത്തിട്ടും കാര്യമില്ല. അവിടെ ഒരു ബ്ലോക്ക് ആക്കിയിട്ടാണ് അവിടെ കാണുക. മനസ്സിലായോ? അപ്പം പി ടാഗിന്റെ ഇടയ്ക്കുള്ള കണ്ടന്റുകൾ എന്തായിരിക്കും? ഒരു ബ്ലോക്ക് ഓഫ് ലെറ്റർ ആയിരിക്കും. നമ്മൾ എൻട്രി കൊടുത്താലും ഇല്ലെങ്കിലും ഒക്കെ അവിടെ കണക്കാണ്. നമ്മളിപ്പോൾ ഈ എൻട്രി ഇവിടെ ഒഴിവാക്കി കഴിഞ്ഞാലും ഒക്കെ ഇതിന്റെ ഔട്ട്പുട്ടിൽ ഡിഫറൻസ് ഇല്ല. അപ്പം ഇവിടെ എത്ര എൻട്രി കൊടുത്തു കഴിഞ്ഞാലും എത്ര ഡിഫറെന്റ് സബ് ബ്ലോക്കുകളാക്കി മാറ്റി കഴിഞ്ഞാലും കാര്യമില്ല. ഈ ഒരു പി ടാഗിന്റെ ഉള്ളിൽ പറയുന്ന കണ്ടന്റ് ഒരു സിംഗിൾ ബ്ലോക്ക് ആക്കിയിട്ടാണ് കാണിക്കുക. അപ്പം ഇവിടെ 2 പാരഗ്രാഫാണ് നമ്മൾ യൂസ് ചെയ്തത്. ഒരു പി ടാഗ് ഓപ്പൺ ചെയ്തു, അതിൻ്റെ ഉള്ളിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, ക്ലോസ് ചെയ്തു, വേറൊരു പാരഗ്രാഫ്, അതിലും കണ്ടന്റുകൾ പറഞ്ഞു, അതിനുശേഷം അത് ക്ലോസ് ചെയ്തു. അപ്പം ഇതെല്ലാം മെയിനായിട്ട് മനസ്സിലാക്കാനുള്ളത്, നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ലൈൻസ് ആക്കിയിട്ട് എൻ്റർ അടിച്ച് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും കാര്യമില്ല. അവിടെ ഈ ഒരു പി ടാഗിന്റെ ഉള്ളിൽ കൊടുക്കുന്ന കണ്ടന്റുകൾ സിംഗിൾ ബ്ലോക്ക് ആയിട്ടാണ് ബ്രൗസർ അതിനെ ട്രീറ്റ് ചെയ്യുക. ഇനി HTML horizontal rules. HR tag define the thematic break in the HTML and most of the displayed as a horizontal rule. The HR elements used to separate content or define a change in HTML page. അതായത് നമ്മൾ HR യൂസ് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള റൂൾസുകൾ പറയാൻ വേണ്ടി HR യൂസ്. നമ്മളിവിടെ ഒരു ദിസ് ഈസ് എ ഹെഡിങ് എന്ന് പറഞ്ഞിട്ട് ഒരു H1 എന്ന ടാഗിൻ്റെ ഉള്ളിൽ കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ പി ടാഗിൻ്റെ ഉള്ളിൽ ഒരു പാരഗ്രാഫ് ടെക്സ്റ്റ് പറഞ്ഞു. അതിനുശേഷമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മളൊരു HR ടാഗ് യൂസ് ചെയ്യുന്നത്. അപ്പം HR ടാഗ് യൂസ് ചെയ്താൽ അവിടെ കണ്ടോ ഒരു ബ്രേക്ക് വന്നുണ്ടോ? ഒരു ബ്രേക്ക് വന്നു. അതിനുശേഷം H2 ദിസ് ഈസ് എ ഹെഡിങ് 2, വേറെ ഹെഡിങ് പറഞ്ഞു, അതിനോട് പാരഗ്രാഫ് പറഞ്ഞു, വീണ്ടും ഒരു HR ടാഗ് വന്നു. അപ്പോൾ എന്ത് ചെയ്തു? വീണ്ടും ഒരു സ്പ്ലിറ്റിംഗ് വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന് ശേഷം ലാസ്റ്റ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. എന്ത് വെച്ചിട്ട്? നമ്മുടെ HR ടാഗ് വെച്ചിട്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, ലൈൻ ബ്രേക്കിന്റെ കാര്യം നമ്മൾ പറഞ്ഞാണ്. അതായത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ വലിയ ടെക്സ്റ്റുകൾ, ഒരു പാരഗ്രാഫ് കിടന്ന ടെക്സ്റ്റുകളൊക്കെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ BR എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്യുന്നത്. BR ടാഗിന് എന്തില്ല? ക്ലോസിംഗ് ടാഗ് ഇല്ലാന്ന് നമ്മൾ കണ്ടോ. ഈ ഒരു പാരഗ്രാഫിനെ നമ്മൾ എന്തുണ്ട്? ഈ ഒരു കംപ്ലീറ്റ് P എന്ന് പറഞ്ഞ ടാഗിന്റെ എടുക്കുന്ന പാരഗ്രാഫിനെ ഇടക്കിടക്ക് BR എന്ന് പറഞ്ഞിട്ട് എന്തിരിക്കുകയാണ്? സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി, ഇങ്ങനെ ഒരു ലൈൻ ബ്രേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് BR യൂസ് ചെയ്യുന്നത്.